ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വേൾഡ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെയൊക്കെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുമല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, അതിൽ പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും മെമ്മറിയിൽ സൂക്ഷിക്കുന്നതായിരിക്കാം. ഗുഡ് മെമ്മറീസ് ഉണ്ട്, ബാഡ് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൈഫ് സ്റ്റൈലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എന്തായാലും ഇന്നത്തെ സ്റ്റോറി എന്താണെന്നറിയാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ യൂഷ്വലി കേട്ടിട്ടുണ്ടല്ലേ, അതായത് പ്രേതം, കൂടോത്രം ഇതൊക്കെ ഉള്ളത് ഇന്ത്യയിലാണ്. പുറത്ത് രാജ്യങ്ങളിൽ ഇങ്ങനെ ഒന്നുമില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൊറർ ഫിലിംസും ഇതൊക്കെ എടുക്കുന്നത് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഡിബേറ്റ് പറയാറുണ്ട്, അതുകൊണ്ടാണ് ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് എൻ്റെ ഇൻട്രോയിൽ തന്നെ മനസ്സിലായി കാണും, ഇന്നത്തെ സ്റ്റോറി ഇവിടെ ഉള്ള സ്റ്റോറിയല്ല. എൻ്റെ അനിയത്തി UK പഠിക്കുന്നത്. അപ്പോൾ അവിടെ അവളുടെ ഒരു സീനിയർ പറഞ്ഞ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതായത് അവളുടെ സീനിയറിൻ്റെ പേര് രശ്മിക എന്നാണ്. അപ്പോൾ രശ്മിക വന്ന് അവിടെ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് അവർക്ക് വന്ന് ക്യാമ്പസിലായിരുന്നു താമസിച്ചിട്ടിരുന്നത്. അപ്പോൾ ക്യാമ്പസിൽ അവർക്ക് 12 months എന്തോ തന്നെയാണ് താമസിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ വേറെ വീട് നോക്കണം. അപ്പോൾ അതിന് നോക്കാനായിട്ട് ആപ്സ് ഒക്കെ ഉണ്ട് അവിടെ. ആപ്പിലൊക്കെ നോക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇങ്ങനെ ബ്രോക്കർ അങ്ങനെ ഒന്നുമില്ല. അത് മാത്രമല്ല, നമുക്ക് ഒരു 3 months കഴിഞ്ഞാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു 1 month പോയി നമ്മൾ പറഞ്ഞാലൊന്നും നമുക്ക് വീട് കിട്ടത്തില്ല. അവിടെയൊക്കെ നിറയെ ഫോർമാലിറ്റീസ് ഉണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. സോ ഇവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർക്കൊരു വീട് നോക്കണമെങ്കിൽ ഇവർ ഫസ്റ്റ് അത് ഇൻട്രസ്റ്റ് ആണെന്ന് അറിയിച്ചിട്ട്, അതായത് നമുക്കിവിടെ OLX എന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇവർ ഇൻട്രസ്റ്റ് ആണെന്ന് അറിയിച്ചിട്ട് ഇവരെന്തോന്ന് ചെയ്യണമെന്ന് വെച്ചാൽ, പിന്നെ അവർ റിപ്ലൈ ചെയ്യുമ്പോൾ അവർ ഒരു ടൈം അലോട്ട് ചെയ്യും. ഇന്ന ടൈമിലാണ് നിങ്ങൾ വന്ന് നമ്മളെ മീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീട് വന്ന് വിസിറ്റ് ചെയ്യേണ്ടത് എന്നൊരു ടൈം കൊടുക്കും. ആ ടൈമിൽ മാത്രമേ ഇവർ പോകാവൂ, അല്ലാതെ പോകാൻ പാടില്ല. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ, ഇവരൊരു വീട് നോക്കുകയാണ്. ആ വീട് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആൾറെഡി അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇട്ടിരുന്നത്. ഈ വീട് അവൈലബിൾ ആവുന്നത് 1 month കഴിഞ്ഞിട്ടാണ്. ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിളിക്കുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു ലേഡിയാണ് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത്. അതായത് അവർക്ക് കൊടുത്ത ടൈം ഒരു ഉച്ചയ്ക്ക് 4 മണിയായിരുന്നു ടൈം കൊടുത്തിരുന്നത്. അപ്പോൾ ഇവർക്ക് ജോലിയൊക്കെ ഉണ്ട്. ഇവരതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ രശ്മികയും അവളുടെ ഫ്രണ്ട്സും കൂടെ പോവുകയാണ്. അവിടെ പോകുന്ന സമയത്ത് ആ ലേഡിയെ കാണുന്നില്ല. ഇവർക്ക് വീടും കാണാൻ പറ്റുന്നില്ല. ഒരു മതിലിൻ്റെ അകത്തുള്ള ഒരു വീടായിരുന്നു, ഒരു കാട്ട് റൂട്ടായിരുന്നു, മതിലിൻ്റെ അകത്തുള്ള വീടായിരുന്നു. അങ്ങനെ ഇവർ പുറത്ത് നിന്നിട്ട് ഇവരെ വിളിക്കുകയാണ്. ഇവർ അറ്റൻഡും ചെയ്യുന്നില്ല, ഫോണൊന്നും അറ്റൻഡും ചെയ്യുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ എന്തായെന്ന് പറഞ്ഞാൽ ഇവർ തിരികെ വന്നതിന് ശേഷം ഒരു 1 or 2 hours കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും വിളിച്ചിട്ട് പറയാണ്, സോറി, ഇന്ന് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു ഡേ നമ്മൾ തരാം, അന്ന് നിങ്ങൾ വന്നാൽ മതി എന്ന് പറയാം. അവരും ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഈ വീട് പൊതുവേ അതിൽ സൈറ്റിലൊക്കെ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവർക്ക് അത് വിട്ടിട്ട് വരാനും മനസ്സില്ലായിരുന്നു. അങ്ങനെ ഇവർ എന്താണ് നെക്സ്റ്റ് ഡേ ആയ സമയത്ത് ഇവർക്ക് വന്ന് വീണ്ടും അവരുടെ അടുത്ത് നിന്ന് കോൾ വരികയാണ്. അതായത് ഇന്ന് നിങ്ങൾ 3 മണിക്ക് വന്നാൽ മതി, ഞാൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വന്ന് വീട് വിസിറ്റ് ചെയ്യാം എന്ന് പറയാം. അങ്ങനെ ഇവർ അന്ന് എന്തായെന്ന് പറഞ്ഞാൽ ഇവർക്ക് പോകാൻ പറ്റുന്നില്ല. ഇവർക്ക് എന്തോ ഒരു ബിസിയായി, ഇവർ ഡിലേ ആവുമായിരുന്നു. പക്ഷേ ഇവർ ഇൻഫോം ചെയ്തിരുന്നു, നമ്മൾ കുറച്ച് ഡിലേ ആവും, നമുക്കിങ്ങനെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഡിലേ ആവുമെന്ന് പറയണം. അവർ പറഞ്ഞു നോ പ്രോബ്ലം, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ ഇവരൊരു 4 മണിയൊക്കെ ആയ സമയത്ത് ഇവരവിടെ ഇവരവരെ വീണ്ടും വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് എന്ന് വരികയാണ്. ഇവർക്കാണെങ്കിൽ ആകെ ഇറിറ്റേറ്റായി. കാരണം ഇവർ പല കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ടാണ് ഈ വീട് നോക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഇവരവിടെ നോക്കുകയായിരുന്നു. അവിടെ എന്തായാലും ആൾക്കാരുണ്ടെന്നല്ലേ പറഞ്ഞത്, നമുക്കൊന്ന് അവിടെ എന്താണ് ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോയി നോക്കുന്ന സമയത്ത് ആരും തന്നെ ഇല്ല അവിടെ. അങ്ങനെ ഇവർ വീണ്ടും തിരിച്ചു വരുന്നതിന് ശേഷം ഇവർ പറയാണ്, ഇനി ഒരിക്കൽ കൂടെ
നമുക്ക് ശ്രമിച്ച് നോക്കാം, നമുക്ക് വീണ്ടും ആ വീട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പോകണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ടും അവരുടെ സൈഡിൽ നിന്ന് ഒരു റിയാക്ഷനും വന്നിരുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം വീണ്ടും അവരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ നൈറ്റ് ഒരു 9 o'clock ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് 9 o'clock കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വന്ന് ഈ വീട് വിസിറ്റ് ചെയ്യാം, നോക്കാം, കുഴപ്പമില്ല, ഞാൻ അവൈലബിൾ ആണ്, കാരണം നിങ്ങളുടെ ടൈമും സെറ്റ് ആവുന്നില്ല, എൻ്റെ ടൈമും സെറ്റ് ആവുന്നില്ല എന്നൊക്കെ ഇവർ വിളിച്ച് പറയാം. അങ്ങനെ എന്തായെന്ന് വെച്ചാൽ ഇവർ ഓക്കെ 9 o'clock എങ്കിൽ 9 o'clock എന്ന് പറഞ്ഞിട്ട് ഇവർ പോവുകയാണ്. ഇവർ പോകുന്ന സമയത്ത് പകുതി വഴിയായ സമയത്ത് അവിടെ ആരോ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിക്കുകയാണ്, ഇങ്ങോട്ട് എവിടെ പോകുന്നത്, ഇങ്ങോട്ട് റൂട്ട് അത്ര ശരിയല്ല, എവിടെയാണ് പോകുന്നത്, അതൊരു ഇന്ത്യൻ തന്നെയായിരുന്നു, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇല്ല അവിടെ നമ്മളൊരു വീട് നോക്കിയിട്ടുണ്ട്, അപ്പോൾ അവർ 9 o'clock കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്, അതുകൊണ്ട് അത് നോക്കാൻ വേണ്ടി പോവുകയാണെന്ന് ചോദിക്കുകയാണ്. ഏത് വീടാണെന്ന് അന്വേഷിക്കുകയാണ് ആ പറഞ്ഞ വ്യക്തി. അപ്പോൾ അയാൾ പറയാണ്, ഈ വീട് കുറേ, അതായത് ഒരു 1 year ആയിട്ട് പൂട്ടി കിടക്കുകയാണ്, ഇവിടെ ആരും താമസമൊന്നുമില്ല, നിങ്ങൾ ആരാണ് കോണ്ടാക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവർ എന്താണ് ഈ റെൻറ്റിനിട്ടിരിക്കുന്ന ആ ആഡ് കാണിക്കുകയാണ്. കാണിച്ചിട്ട് ഇവർ വന്ന് ഈ ഫോട്ടോ, ഈ വിളിക്കുന്നില്ലേ ആ ആൻറ്റി, അമ്മച്ചി, അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അയാൾ പറഞ്ഞു, അതിന് ഇവർ മരിച്ചിട്ട് കാലങ്ങളായല്ലോ, പിന്നെ എങ്ങനെയാണ്, കാരണം അയാൾ അവിടെ എത്രയോ വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്, അപ്പോൾ അയാൾക്ക് അറിയാം ആ വീടിനെയൊക്കെ കുറിച്ച്. ഇവർ മരിച്ചിട്ട് എത്രയോ വർഷമായല്ലോ, പിന്നെ എങ്ങനെ ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് പറയണം. ഇത് കേട്ടതോടെ ഇവർക്കാണെങ്കിൽ എന്താണ് പറയാം, ഇവർക്ക് ഒരു വിറയലും പേടിയൊക്കെ ആയി. ഇല്ല ഇവരാണ് സംസാരിച്ചതെന്ന് പറയണം. അപ്പോൾ അയാൾ പറയുന്നു, ആരെങ്കിലും നിങ്ങളെ പ്രാങ്ക് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പായിരിക്കാം, ഇത് ജെന്യൂൻ അല്ല എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഇവർ പോയില്ല, ഇവർ തിരികെ പോകായിരുന്നു, വേണ്ട ആ വീട് വേണ്ട എന്ന് വയ്ക്കായിരുന്നു. അപ്പോൾ എന്താണ്, അന്ന് ഇവർ പോകുമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് വീണ്ടും ഇവർക്ക് അവരുടെ അടുത്ത് നിന്ന് കോള് വരെയാണ്. അപ്പോൾ ഇതിൽ ഈ രശ്മികയുടെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ ആണ് സംസാരിച്ചത് അവരോട്. അത് നമ്മൾ അവിടെ വന്നിരുന്നു, അന്വേഷിച്ച സമയത്ത് ഇതിലിരിക്കുന്ന മാഡം വന്ന് മരിച്ചെന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ആരാണ് സംസാരിക്കുന്നതെന്ന് കേട്ടണം. ഒരു 10 minutes അവിടെ നിന്ന് സൈലൻസ് ആയിരുന്നു. സൈലൻസ് ആയിരുന്നിട്ട് ഒരു സ്ക്രീം ചെയ്യണ ഒരു സൗണ്ട് കേട്ടിട്ട് കട്ടായ. ഇവർ സത്യമായിട്ട് ഭയങ്കരമായിട്ട് കിടുങ്ങിയെന്ന്. കാരണം അതുവരെ പോലും ഇവർ വിചാരിച്ചു അവരുടെ പേരിൽ തട്ടിപ്പിന് എന്തെങ്കിലും ആയിരിക്കും എന്നും വിചാരിച്ചു. ഇങ്ങനെ ആയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മൊത്തത്തിൽ ഒരു ടെൻഷനായി. എന്തായിരിക്കും ഇത്, വല്ല അൺയൂഷ്വലായിട്ടുള്ള ഹൊറർ തിങ് വല്ലതോ ആയിരിക്കുമോ, അതല്ലെങ്കിൽ ഒരാൾ പറ്റിച്ചതായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു തോട്ടായിരുന്നു. അങ്ങനെ ഇതെൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയാണ് ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതെന്തായാലും വീഡിയോയിലിടും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തേ, നമ്മൾ രണ്ടുപേരായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയത് ഇതാരോ പണം തട്ടിയെടുക്കാനുള്ള ഒരു തട്ടിപ്പായിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് നമുക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സോ സ്റ്റോറി ഇഷ്ടപ്പെട്ടോന്നും പറയാം. സോ ഇതുപോലത്തെ UK-യിലുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഇതുപോലെ ഇടയിലിടയിൽ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.